ഡൽഹിയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നിർണായക യോഗം നടക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ KC വേണുഗോപാലും പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, എന്താണ് വിശേഷം? ഡൽഹിയിലെ രാജാജി മാർഗിലെ 10 എന്ന് പറയുന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതി. പ്രധാനപ്പെട്ട എല്ലാ സുപ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ചകളും നടക്കുന്ന ഒരു വസതി കൂടിയാണ്. ഇന്നിപ്പോൾ ഈ നടക്കുന്ന പ്രധാനപ്പെട്ട യോഗം അത് ഒന്ന് TVKക്ക് പിന്തുണ നൽകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അതിനുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പ്രധാന അജണ്ടയായി ഇപ്പോൾ മുന്നിലുള്ളത്. അതിലായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തമിഴ്നാടിന്റെ ചുമതലയുള്ള നേതാവും എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഈ യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം TVKക്ക് അത്തരം ഒരു പിന്തുണ നൽകണമോ എന്ന കാര്യത്തിലുള്ള പരിശോധനകൾ അത് നടത്തും. കാരണം പ്രത്യേകിച്ച് DMKയുമായുള്ള സഖ്യം അത് ഉപേക്ഷിച്ചാൽ മാത്രമേ TVKക്ക് പിന്തുണ നൽകാൻ കഴിയൂ. അപ്പോൾ അത് ദേശീയതലത്തിൽ അത് എത്രത്തോളം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുമോ, പ്രത്യേകിച്ച് പാർലമെന്റിലടക്കം DMK കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രതിപക്ഷ നിലയിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് മറ്റൊരു ഡാമേജ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. നേരത്തെ TVK പിന്തുണ തേടി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കത്തയച്ചിരുന്നു. അക്കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും കേരളത്തിലെ നിരീക്ഷകരെ നിയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാവുക. പക്ഷെ ആ യോഗത്തിൽ നിന്ന് KC വേണുഗോപാൽ, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിട്ടുനിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണമെന്നുള്ളത് കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ, ഭാവിയിൽ അത്തരമൊരു ആക്ഷേപം ഉയരുമോ അതടക്കം ഒഴിവാക്കാനാണ് KC വേണുഗോപാൽ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ നിരീക്ഷകരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തരെയായിരിക്കും ഈ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി നിയോഗിക്കുക. അവർ എന്തായാലും സംസ്ഥാനത്തെത്തി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തി, ഓരോരുത്തരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ തേടും. അതിനുശേഷം ഈ യോഗങ്ങൾ ചേർന്നുകൊണ്ടായിരിക്കും ആ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുക. എന്തായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എല്ലാവരുടെ അഭിപ്രായവും തേടും. പ്രത്യേകിച്ച് മുന്നണിയിലെ ഘടകകക്ഷികളുടെയും ഒപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്റെയും ഒപ്പം MP-മാരുടെ അഭിപ്രായം ഒരുപക്ഷെ തേടിയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയിൽ ആ നിരീക്ഷകരെ നിയോഗിക്കാനുള്ള വിവരങ്ങളുമായി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.